ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ MD വാസുദേവൻ നായരുടെ ആ ഒരു സിനിമ കുറെ നാൾ കൊണ്ട് നമ്മൾ ഇന്നത്തെ 2-3 ചിത്രങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം 9 കഥകൾ MDയുടെ തിരക്കഥ എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു 9 കഥകളുടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് വ്യത്യസ്തമായ ഡയറക്ടേഴ്സ് ചെയ്യുന്ന കേരളക്കകത്താണ്. ഇത് പല പല എപ്പിസോഡായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ലാലേട്ടന്റെയും മമ്മൂക്കായുടെയും അതുപോലെ തന്നെ ഫഹദ് ഫസില്, ആസിഫ് അലി, പിന്നെ സിദ്ദിഖ്, അങ്ങനെ ഒരുപാട് നടന്മാരും നായകന്മാരും അതുപോലെ തന്നെ നായകന്മാരും ഒരുമിച്ചെത്തുന്ന പറഞ്ഞാൽ ഇത് ഒരു മൂവിയല്ല, 9 സ്റ്റോറിയാണ്. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഇത് ഏതൊക്കെ സ്റ്റോറി ഏതൊക്കെ ഡയറക്ടർ എന്നുള്ള ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഓളവും തീരവും പ്രിയദർശൻ, അതിനകത്ത് ലാലേട്ടൻ അഭിനയിക്കുന്നത്. പിന്നെ കടുകന്നാവ് ഒരു യാത്ര രഞ്ജിത്തിന്റെ, അത് മമ്മൂക്കയുടെ സ്റ്റോറിയാണത്. പിന്നെ കാഴ്ച ശ്യാമപ്രസാദ്, അതറിയാവുന്ന കറക്റ്റ് അറിയത്തില്ല. ഈ രണ്ടെണ്ണം നമുക്ക് അറിയാവുന്നത്. ശിലാലിഖിതം പ്രിയദർശൻ 2 ഉണ്ട്. ശിലാലിഖിതം ഉണ്ട്, ഓളവും തീരവും, പിന്നെ വിൽപ്പന അശ്വതി വി നായർ, ഷെർലോക്ക് മഹേഷ് നാരായണൻ, സ്വർഗം തുറക്കുന്ന സമയം ജയരാജൻ നായർ, അഭയം തേടി വീണ്ടും സന്തോഷ് ശിവൻ, പിന്നെ കടൽക്കാറ്റ് രതീഷ് അമ്പാട്ട്. ഇത്രയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു 2 ചെയ്യുന്നത് പ്രിയദർശനാണ്. ബാക്കി എല്ലാവരും ഒരു സ്റ്റോറി വെച്ച് ചെയ്യുന്നത്. അപ്പം 8 ഡയറക്ടർമാരുണ്ട്, 9 സ്റ്റോറീസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. In all things of nature, there is something of the marvelous. മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ പര്യായമാണ് നാളെ കടകണ്ണ വയ്ക്കും. കട്ടുകണ്ണാത്ത പൂച്ചകളുള്ള ഒരേ ഒരു നാട് അമേരിക്ക. You asked about relationship. It didn't work. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പോലെയുള്ള ഒരു ശബ്ദം അപ്പുറത്ത് കേൾക്കാം. അങ്ങോട്ടുള്ള യാത്ര നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം. 15 ഓഗസ്റ്റ്. ഈ ട്രെയിലർ കാണുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വിചാരിച്ചത് ഒരു സീരിയൽ ടൈപ്പ് എന്ന് വെച്ചാൽ വലിയ എന്താണ് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മൂവി അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലായിരിക്കാം. ജസ്റ്റ് ഒരു സീരിയൽ ടൈപ്പ് ആയിരിക്കും നമ്മൾ കരുതിയത്. പക്ഷെ ഇത് നല്ലൊരു സിനിമാറ്റിക് രീതിയിൽ തന്നെ എല്ലാം ആ രീതി തന്നെ എടുത്തേക്കുന്നത്. എല്ലാം പല പല സ്റ്റോറിയാണ്. അതിനകത്ത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓളവും തീരവും ലാലേട്ടൻ ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ലാലേട്ടനെ കാണാൻ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെ ക്യാരക്ടർ കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. എന്ന് വെച്ചാൽ ഇപ്പൊ മമ്മൂക്കയുടെ ആണെങ്കിലും നമുക്ക് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ആണെന്ന് തോന്നുന്നു. പലരുടെയും എന്ന് വെച്ചാൽ ബിജു മേനോൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആസിഫ് അലി, എല്ലാവരുടെയും ഫേവറേറ്റ് ഡയറക്ടർമാർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ അത് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ മഹേഷ് നാരായണൻ ആണെങ്കിൽ ഇപ്പം ആസിഫ് അലിയെ കൊണ്ട് ചെയ്യുന്നത്, അങ്ങനെ ലാലേട്ടന്റെ പ്രിയദർശൻ, രഞ്ജിത്ത്, മമ്മൂക്ക, അങ്ങനെ അവരവരുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ആണ് ഈ ഒരു സിനിമ എടുത്തേക്കുന്നത്. അപ്പൊ അതും ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവരെ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാവുന്നത് ആ ഡയറക്ടർമാർക്ക് അറിയാം. പിന്നെ ഇതിനകത്ത് ഓരോ കട്ട്സ്, ഓരോ ഷോട്ടും വ്യത്യസ്തത തോന്നി. എന്ന് വെച്ചാൽ ഓരോ ഡയറക്ടറുടെ ഫ്രെയിം അല്ലെങ്കിൽ ഓരോ ഡയറക്ടർമാരുടെ രീതിയിൽ ഒറ്റ ഇതിൽ തന്നെ ഫുള്ള് കാണാം. അതെ അതെ, അങ്ങനെ അതൊരു വ്യത്യസ്തമായിട്ടൊരു തോന്നി. നമുക്ക് ഇതിനകത്ത് ഓരോ സീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും പിന്നെ അവന്റെ ഷോട്ട് ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ അതൊരു രസമുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു സ്റ്റോറി നമുക്കറിയാം, MD ദ ലെജൻഡ്. നമ്മുടെ ഇപ്പം മലയാള സിനിമയിലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു തിരക്കഥാകൃത്ത്, ഏറ്റവും നല്ല സ്റ്റോറി ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് MDയുടെ പേരാ പറയുന്നത്. വെച്ചാൽ അദ്ദേഹത്തിന്റെ സിനിമകളാണെങ്കിൽ അദ്ദേഹത്തിന്റെ നോവലുകളും ചെറുകഥകളും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇതിന് എങ്ങനെയല്ലേ പല കഥകളില്ലേ, ഇത് എങ്ങനെ ഒരു
വ്യത്യസ്തമായിട്ട് കാണിക്കും. ഇത് വ്യത്യസ്തമായ സിനിമ തന്നെയാണ്, ഒറ്റതായിട്ടല്ല, വ്യത്യസ്ത സിനിമ. ഒരു സിനിമ മനസ്സിലായി, എന്നാലും അത് കാണിക്കുന്ന രീതി കാണാൻ ഒരു എക്സൈറ്റ്മെന്റ്. അതെ. പിന്നെ ഇത് ഇന്നലെ 91ാമത് ജന്മദിനാഘോഷമായിരുന്നു നമ്മുടെ MD-യുടെ. അപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ട്രിബ്യൂട്ട് തന്നെയാണ് ഈ സിനിമ. അതും മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഡയറക്ടർ തന്നെ, ഏറ്റവും പ്രശസ്തരായ നായകന്മാരെ കൊണ്ട് ചെയ്യുമ്പം ഇതിൽ കൂടുതലില്ലേ. ഇതൊരു വലിയൊരു ട്രിബ്യൂട്ട് തന്നെയാണ് നമുക്ക് MD-ക്ക് കൊടുക്കുന്നത്. അപ്പം എന്ന് ഓഗസ്റ്റ് 15 അല്ലേ, ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇപ്പോൾ റിലീസ്. അപ്പം എനിക്കൊന്ന് ഓരോ സിനിമ ഓരോ എപ്പിസോഡായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാം കാണണം, എല്ലാം വ്യത്യസ്തതയായിരിക്കാം. അങ്ങനെ നല്ലൊരു വ്യത്യസ്തമായ ഒരു സിനിമ അല്ലെ, ഒരു അനുഭവം തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.